ഓരോ രാജ്യത്തും ഓരോ കുറ്റകൃത്യങ്ങൾക്ക് പലതരത്തിലും പല തീവ്രതയിലുമുള്ള ശിക്ഷാരീതികളാണ് നടപ്പിലാക്കാറുള്ളത്. അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന ലോകത്തിലെ ചില രാജ്യങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. USA. അമേരിക്കയിൽ ഓരോ വർഷവും ഒരുപാട് വധശിക്ഷകൾ നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ 10 പോലും അമേരിക്ക ഇല്ല എന്നുള്ളതാണ് സത്യം. ഓരോ വർഷവും അമേരിക്കയിൽ 20ഓളം വധശിക്ഷകളാണ് വിധിക്കപ്പെടാറുള്ളത് എന്നാണ് കണക്ക്. അമേരിക്കയിലെ തന്നെ പല സ്റ്റേറ്റുകളിലും വധശിക്ഷ നിയമവിരുദ്ധമാണ്. ചില സ്റ്റേറ്റുകളിൽ നിയമവിരുദ്ധമല്ലെങ്കിലും നടപ്പാക്കാറില്ല. എന്നാൽ ഈ 11 സ്റ്റേറ്റുകളിൽ ഇന്നും വധശിക്ഷകൾ നടപ്പാക്കാറുണ്ട്. പ്രധാനമായും കൊലപാതകങ്ങൾ, ചാരപ്രവർത്തനങ്ങൾ, നർക്കോട്ടിക്സ്, രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തവരെയൊക്കെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കാറുള്ളത്. ഓരോ സ്റ്റേറ്റിലും ഓരോ വിധത്തിലാണ് വധശിക്ഷ നടപ്പാക്കാറുള്ളത്. പ്രധാനമായും 5 മെത്തേഡ്സുകളാണ് അമേരിക്കയിൽ ഇതിനായി ഉപയോഗിക്കുന്നത്. ലീത്തൽ ഇഞ്ചക്ഷൻ, ഇലക്ട്രിക് ചെയർ, ഫയറിംഗ് സ്ക്വാഡ്, ഗ്യാസ് ചേംബർ, ഗ്യാസ് അസ്ഫിക്സിയേഷൻ തുടങ്ങിയവയാണ് ആ 5 മെത്തേഡുകൾ. ഇനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ അവസാന 24 മണിക്കൂറുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം കുറ്റവാളികളെ ജയിലിൽ നിന്നും ഡെത്ത് ഹൗസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇവിടേക്ക് പോകുമ്പോഴായിരിക്കും കുറ്റവാളി അവസാനമായി പുറം ലോകം കാണുന്നത്. ഫുൾ ബോഡി സെർച്ചിനു ശേഷം അവർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകും. ശേഷം അവരെ ഡെത്ത് വാച്ച് സെൽ എന്നൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെയാണ് കുറ്റവാളി തന്റെ അവസാന രാത്രി സ്പെൻഡ് ചെയ്യുക. മാനസികമായി വളരെ തളർന്നിരിക്കുന്ന സമയമായിരിക്കും അത്. രാവിലെയായി കഴിഞ്ഞാൽ അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം ജയിൽ ഭക്ഷണം തന്നെ അവർക്ക് നൽകും. അതിനുശേഷം കുറ്റവാളികൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാനുള്ള അവസരം നൽകും. കൂടാതെ അവസാനമായി വേണ്ടപ്പെട്ടവരെ വിളിക്കാനായി അവർക്ക് 45 മിനിറ്റോളം സമയവും അനുവദിക്കും. അവസാന 12 മണിക്കൂറോടെ എല്ലാ സന്ദർശകരെയും ജയിൽ അധികൃതർ തടയും. ശേഷം റെഗുലർ ജയിൽ ഭക്ഷണം നൽകി അവരുടെ മതവൈദികനെ കാണാനുള്ള അവസരം നൽകും. ഇതായിരിക്കും അവർക്ക് തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ ഏറ്റുപറയാനുള്ള അവസാന അവസരം. ശേഷം കത്തെഴുതാനും അവർക്ക് അവസരം നൽകും. പിന്നീട് അവർക്ക് അവസാനമായി ഭക്ഷണം നൽകും. പക്ഷേ $30 വരുന്ന ഏത് ഭക്ഷണവും അവർക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇലക്ട്രിക് ചെയറിലാണ് വധശിക്ഷ നൽകുന്നതെങ്കിൽ അവരുടെ മുടിയിൽ തീപിടിക്കാതിരിക്കാനായി അവരുടെ മുടി മുഴുവൻ മുറിച്ച് കളയുകയും ചെയ്യും. അത് കഴിഞ്ഞ് വധശിക്ഷ വിധിക്കുന്നത് കാണാനായി സന്ദർശകരെത്തും. സാധാരണയായി കുറ്റവാളിയുടെ റിലേറ്റീവ്സ് ആയിരിക്കും സാക്ഷികളായി ഉണ്ടാവുക. അവസാന 1 മണിക്കൂറാകുമ്പോഴേക്കും ഡെത്ത് ചേംബർ എന്ന് വിളിക്കുന്ന ചെയറിലേക്കോ ബെഡിലേക്കോ കുറ്റവാളിയെ 5 ഗാർഡ്സുകൾ അടങ്ങുന്ന ഒരു ടീം കിടത്തും. ലാസ്റ്റ് 12 മിനിറ്റിൽ സാക്ഷികളെ വാച്ചിങ് റൂമിലേക്ക് മാറ്റും. ശേഷം അവിടെയുള്ള കർട്ടൻ തുറക്കപ്പെടും. എന്നാൽ തന്റെ ശിക്ഷ നടപ്പാക്കൽ കാണാനെത്തിയവരെ കുറ്റവാളിക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അവസാന 10 മിനിറ്റ് ആകുമ്പോഴേക്കും കുറ്റവാളിക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനും മതവൈദികനെ കാണണമെങ്കിൽ കാണാനും അവസരം നൽകാറുണ്ട്. ശേഷം വധശിക്ഷ നടപ്പാക്കുകയാണ് ചെയ്യുക. നിലവിൽ 2500ഓളം വ്യക്തികൾ വധശിക്ഷ വിധിക്കപ്പെട്ട് അമേരിക്കയുടെ പല ജയിലുകളിലായി കഴിയുന്നുണ്ട് എന്നതാണ് സത്യം. ഇതെല്ലാം നടപ്പാക്കാൻ പതിറ്റാണ്ടുകളുടെ സമയവും വേണ്ടിവരും. സൗദി അറേബ്യ. ഓരോ വർഷവും 185ഓളം വധശിക്ഷകൾ സൗദി അറേബ്യയിൽ വിധിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. ചെറിയ കുറ്റങ്ങൾ മുതൽ വലിയ കുറ്റങ്ങൾക്ക് വരെ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. മോഷണം, ചാരവൃത്തി, രാജ്യദ്രോഹ കുറ്റം, നർക്കോട്ടിക്സ്, ഇസ്ലാമിൽ നിന്നും പുറത്തുപോകൽ, പങ്കാളിയെ ചതിക്കൽ, സെയിം ജെൻഡർ റിലേഷൻഷിപ്പ്, മന്ത്രവാദം തുടങ്ങിയവയ്ക്കൊക്കെ സൗദിയിൽ വധശിക്ഷ നടപ്പിലാക്കും. പ്രധാനമായും സൗദി അറേബ്യയിൽ 3 തരത്തിലുള്ള വധശിക്ഷാ രീതികളാണ് നിലവിലുള്ളത്. വെടിവെച്ച് വധിക്കലാണ് ആദ്യത്തെ മെത്തേഡ്. മരണം വരെ കല്ലെറിയലാണ് രണ്ടാമത്തെ മാർഗം. വാളുപയോഗിച്ച് തലവെട്ടലാണ് അടുത്ത മാർഗം. ഇത് വളഞ്ഞിരിക്കുന്ന വളരെ മൂർച്ചേറിയ ഒരു തരത്തിലുള്ള വാളാണ്. വധശിക്ഷ നടപ്പിലാക്കിയാൽ മൃതശരീരം പബ്ലിക്കിൽ പ്രദർശനം ചെയ്യുകയാണ് ചെയ്യുക. ജനങ്ങൾ ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യരുതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ശരീരം പൊതുദർശനത്തിന് വെക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് സൗദി അറേബ്യയിൽ വളരെ പെട്ടെന്നാണ് വധശിക്ഷ നടപ്പാക്കാറുള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയെ അൽഹൈർ പ്രിസൺ എന്ന ജയിലിലേക്ക് എത്തിച്ചാണ് വധശിക്ഷ നടപ്പിലാക്കുക. യഥാർത്ഥത്തിൽ
കുറ്റവാളിയെ മാനസികമായും ശാരീരികമായും തളർത്താൻ ശേഷിയുള്ള ജയിലാണിത്. കൂടാതെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബന്ധുക്കളെയോ വേണ്ടപ്പെട്ടവരെയോ ഒന്നും കാണാൻ സാധിക്കില്ല. കൂടാതെ കൂടുതൽ കേസുകളിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വർഷം തന്നെ വിധി നടപ്പിലാക്കാറുണ്ട്. ജപ്പാൻ. വധശിക്ഷ ഇപ്പോഴും നടപ്പിലാക്കുന്ന ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് ജപ്പാൻ. ഓരോ വർഷവും ജപ്പാനിൽ 5 വധശിക്ഷകളാണ് വിധിക്കാറുള്ളത്. ജപ്പാനിൽ പ്രധാനമായും 3 കുറ്റകൃത്യങ്ങൾ ചെയ്താലാണ് വധശിക്ഷ ലഭിക്കുക. കൊലപാതകം, രാജ്യദ്രോഹം, സ്റ്റേറ്റിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയാണ് അവ. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ജപ്പാനിലെ വധശിക്ഷ വ്യത്യസ്തമാണ്. അതായത് മറ്റു രാജ്യങ്ങളിൽ തങ്ങൾ വധിക്കപ്പെടാൻ പോകുകയാണെന്ന കാര്യം കുറ്റവാളി മുൻപേ അറിയാറുണ്ട്. എന്നാൽ ജപ്പാനിൽ 1-2 മണിക്കൂർ മുൻപ് മാത്രമേ കുറ്റവാളികളോട് തങ്ങൾ വധിക്കപ്പെടാൻ പോവുകയാണെന്ന് പറയാറുള്ളൂ. അതായത് ഭൂമിയിലെ അവരുടെ അവസാന ദിനം ഏതാണെന്ന് അവർക്ക് ഒരു ഐഡിയ പോലും കാണത്തില്ല. കൂടാതെ കുറ്റവാളി വധിക്കപ്പെട്ട ശേഷം മാത്രമേ കുറ്റവാളിയുടെ ബന്ധുക്കളോട് വിധി നടപ്പിലാക്കിയ കാര്യം അറിയിക്കുകയുള്ളൂ. അതിനാൽ തന്നെ തന്റെ വേണ്ടപ്പെട്ടവരോട് അവസാനമായി ഗുഡ് ബൈ പറയാനുള്ള അവസരം പോലും കുറ്റവാളികൾക്ക് ലഭിക്കില്ല. സാധാരണയായി രാവിലെ സമയങ്ങളിലാണ് വിധി ജപ്പാനിൽ നടപ്പിലാക്കാറുള്ളത്. തൂക്കിലേറ്റുകയാണ് ജപ്പാനിലെ വധശിക്ഷ. കൂടാതെ വധശിക്ഷ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. ചൈന. ജപ്പാനിനേക്കാൾ ഭീകരമായ വധശിക്ഷാ രീതികളാണ് ചൈനയിലുള്ളത്. ഓരോ വർഷവും 1000-ഓളം വധശിക്ഷകളാണ് ചൈനയിൽ വിധിക്കാറുള്ളത്. ബോംബിംഗ്, വിഘടനവാദം, കലാപമുണ്ടാക്കൽ, രാഷ്ട്രീയ വിവേചനം, അട്ടിമറി, നുഴഞ്ഞുകയറ്റം, അഴിമതി, ഹൈജാക്കിംഗ്, ചാരവൃത്തി, മിലിറ്ററി ഉപേക്ഷിക്കൽ, നാഷണൽ സെക്യൂരിറ്റിയെ അപകടപ്പെടുത്തുന്ന ക്രൈംസുകൾ തുടങ്ങി ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് ചൈനയിൽ വധശിക്ഷ ലഭിക്കും. നിങ്ങൾ എത്ര പണക്കാരനോ പവർഫുള്ളോ ആണെങ്കിലും നിങ്ങൾക്ക് വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം 2022 ഹൈ പൊളിറ്റീഷ്യനായിരുന്ന ഫ്യൂസെങ്ഹുവ എന്ന വ്യക്തിയെ $17.3 മില്യൺ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അതുപോലെ തന്നെ 2014 ബില്യണറും ബിസിനസ്മാനുമായിട്ടുള്ള ലിയു ഹാൻ എന്ന വ്യക്തിയെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അതിനാൽ തന്നെ പണം കൊണ്ടോ അധികാരം കൊണ്ടോ ചൈനയിൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള വധശിക്ഷകൾ ഒന്നുകിൽ വെടിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലീത്തൽ ഇഞ്ചക്ഷൻ നൽകിയോ ആണ് നടപ്പിലാക്കാറുള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ ചൈനയിലെ തന്നെ മറ്റൊരു കഠിനമായിട്ടുള്ള ജയിലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ശേഷം തങ്ങളെ തൂക്കിലേറ്റുന്നതുവരെ ആ ജയിലിൽ ദിവസം 16 മണിക്കൂറോളം ജോലി ചെയ്യണം. സൊമാലിയ. ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു രാജ്യമാണ് സൊമാലിയ എന്ന് നമുക്കറിയാമല്ലോ. പബ്ലിക്കായി വധശിക്ഷ നടപ്പാക്കുന്ന ആഫ്രിക്കയിലെ ഏക രാജ്യമാണ് സൊമാലിയ. ഇവിടെ സാധാരണയായി തൂക്കിലേറ്റിയോ അല്ലെങ്കിൽ വെടിവെച്ചോ അതുമല്ലെങ്കിൽ കല്ലെറിഞ്ഞോ ആണ് ശിക്ഷ നടപ്പിലാക്കാറുള്ളത്. ഓരോ വർഷവും 13ഓളം കുറ്റവാളികളെയാണ് സൊമാലിയയിൽ വധിക്കപ്പെടാൻ വിധിക്കാറുള്ളത് എന്നാണ് കണക്ക്. കൊലപാതകം, ചാരപ്രവർത്തനങ്ങൾ, രാജ്യദ്രോഹ കുറ്റം, മിലിറ്ററി ഉപേക്ഷിക്കൽ, ഇസ്ലാമിൽ നിന്നും പുറത്തുപോകൽ, പങ്കാളിയെ ചതിക്കൽ, സെയിം ജെൻഡർ റിലേഷൻഷിപ്പ് തുടങ്ങിയ കാരണങ്ങളാലും ഇവിടെ വധശിക്ഷ ലഭിച്ചേക്കാം. വധശിക്ഷ വിധിക്കപ്പെട്ട കുറ്റവാളികളെ സൊമാലിയയിലെ ആളുകൾ തിങ്ങി നിറഞ്ഞതും വളരെ വൃത്തിഹീനവുമായിട്ടുള്ള മണ്ടേറ എന്ന ജയിലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ബെലറൂസ്. യൂറോപ്പിൽ ഇപ്പോഴും വധശിക്ഷ നടപ്പിലാക്കുന്ന ഏക രാജ്യമാണ് ബെലറൂസ്. കൊലപാതകം, ഭീകരവാദം, രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കാണ് ഇവിടെ വധശിക്ഷ നടപ്പിലാക്കാറുള്ളത്. വർഷത്തിൽ 2 വധശിക്ഷകളൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കാറുള്ളത്. സാധാരണയായി കുറ്റവാളിയുടെ തലയുടെ ബാക്കിലായി ഗൺഷോട്ട് ചെയ്താണ് ഇവിടെ വധശിക്ഷ നടപ്പിലാക്കുക. ഇന്ത്യ. വധശിക്ഷ നടപ്പിലാക്കുന്ന മറ്റൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. കൊലപാതകം, നർക്കോട്ടിക്സ്, ഹൈജാക്കിംഗ്, ചാരപ്രവൃത്തി, ഭീകരവാദം, റേപ്പ് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കൊക്കെയാണ് ഇന്ത്യയിൽ വധശിക്ഷ വിധിക്കാറുള്ളത്. പക്ഷെ വളരെ അപൂർവമായേ ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കാറുള്ളൂ എന്നതാണ് മറ്റൊരു വാസ്തവം. 2023 ഇന്ത്യയിൽ 120ഓളം പേർക്കാണ് വധശിക്ഷ വിധിച്ചിരുന്നത്. പക്ഷെ ഇതിൽ ഒരു വധശിക്ഷയും ഇന്നേ വരെ നടപ്പാക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. തൂക്കിലേറ്റിയാണ് ഇന്ത്യയിൽ സാധാരണയായി വധശിക്ഷ നടപ്പിലാക്കാറുള്ളത്. ഏതായാലും വധശിക്ഷ എന്ന ശിക്ഷാരീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.